നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയാണ്. ആ കാണുന്നതാണ് കേട്ടോ വിവേകാനന്ദ പാറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കന്യാകുമാരി വന്ന ഏറ്റവും മെയിനായിട്ട് കാണാനുള്ളൊരു സ്ഥലമാണ് വിവേകാനന്ദ പാറയും അവിടുത്തെ അമ്പലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും സൂക്ഷ്മമായിട്ട് പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്തായാലും നേരെ ഇന്ന് ഏകദേശം നമുക്ക് തിരുവനന്തപുരം കന്യാകുമാരി ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വിശേഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത്തവണ നമ്മൾ കന്യാകുമാരിയാണുള്ളത്. അപ്പോൾ കന്യാകുമാരി സമയം ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഒരു 10:30 ഉണ്ടാവും. ഉദയം എല്ലാം കഴിഞ്ഞ് ആൾക്കാർ വിവേകാനന്ദപ്പാറയ്ക്ക് പോകാനുള്ള ബോട്ടിങ്ങും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് പേര് പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഷോപ്പിങ്ങിനായാലും പർച്ചേസിനായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഷെഫിക്ക നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് ബോട്ടിങ്ങുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം തീരുമാനമായി ഇന്ന് പോയിട്ട് എപ്പോൾ വരാൻ പറ്റുന്നത്. നമുക്ക് ഏകദേശം 1 മണി വരെ ഇവിടെ സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആൾക്കാർ വന്നവർക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിന് വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോയിട്ട് വരാം. അതായത് വിവേകാനന്ദപ്പാറ വരെ പോകുന്നവർക്ക് പോയിട്ട് വരാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആ കാണുന്നത് അമ്മൻ കോവിലാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെയാണ് നമ്മൾ വന്നത്. ഈ ഒരു സൈഡിലൂടെ നടന്നു പോകുന്നു. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പികൾ കൊണ്ട് ഓരോ ഇതില്ലേ, കണ്ണാടി, അതുപോലെ തന്നെ ഓരോ അലങ്കാര വസ്തുക്കൾ, ആ ഒരു ഐറ്റംസിൻ്റെയൊക്കെ സംഗതി ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളുണ്ട്. ഇവിടെ ഉള്ള ഒരു മെയിനായിട്ടുള്ള വരുമാന മാർഗ്ഗം ആ ഒരു രീതിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിൽ ഒരുപാട് ആവശ്യമുള്ളവർക്ക് ഷർട്ട്, ആ നീല ഷർട്ട് നല്ല രസമുണ്ടല്ലേ, ഒരുപാട് ഡ്രസ്സിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വലിയൊരു വൈഡ് റേഞ്ച് ഓഫ് പർച്ചേസിങ് ഏരിയ തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തിരുവനന്തപുരം കന്യാകുമാരിത്തെ വിശേഷങ്ങളും കൂട്ടത്തിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ തിരുവനന്തപുരം വഴിയാണ് പോകുക. അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് നോക്കാം. സോ എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. ഒട്ടും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി വീഡിയോ ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ. നമ്മളുടെ ഈ സൈഡിൽ കൂടെ കാണുന്നത് വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ബോട്ടിങ്ങിൻ്റെ ക്യൂ ആണ്. ഇത് ഏകദേശം ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഉണ്ട്. ഇതുപോലെ കലാപരിപാടികളായിട്ട് ഓരോരുത്തരുണ്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപയാണ് കേട്ടോ. ഇവിടെ നോർമൽ ടിക്കറ്റ് ഉണ്ട്, 75 രൂപ. അപ്പോൾ ഇവിടെ വന്നിട്ട് നോർമൽ ടിക്കറ്റിന് 75 രൂപയും സ്പെഷ്യൽ ടിക്കറ്റിന് 300 രൂപയാണ്. 300 രൂപ തിരക്കില്ലാണ്ട് പോവാം. പക്ഷേ 75 അത്യാവശ്യം നല്ല ക്യൂ ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും സംഗതി പർച്ചേസ് ചെയ്യാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഷൂ ആയാലും ബാഗുകളായാലും അതുപോലെ തന്നെ ഇതായാലും ഇത് നമ്മൾ അതായത് ഹിന്ദിക്കാരൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മറ്റേ സ്പൈസസ് ഒക്കെ ആയിട്ട്. നമുക്ക് എന്തായാലും കേരളത്തിലുള്ള ആരും അങ്ങനെ സ്പൈസസ് വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യൊന്നുമില്ല. ഞാൻ ഷെഫിക്കയും കൂടി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദയം കാണുന്ന സ്ഥലത്തോട്ട്. ഈ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് ക്ലോത്തിങ്ങും, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സ്റ്റാർ ഫിഷ്, ആ രീതിയിൽ ശംഖിൻ്റെ കുറേ ഫുൾ ശംഖിൻ്റെ അങ്ങനെ കണ്ണാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും കാണുന്നുണ്ട്. പിന്നീട് ഇവിടെ നമുക്ക് അരുൾമികു ഭഗവതി അമ്മൻ ടെമ്പിളുണ്ട്. അത് ഈ ഒരു സൈഡ് പോയി നോക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്നാണ് അങ്ങനെ കടൽക്കാറ്റടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഡ് ഫസ്റ്റ് പോയി നോക്കാം. ഇവിടെയായിട്ട് സംഗതി ഒരുപാട് ചിപ്പികളുടെ കുത്തുകളുടെയൊക്കെ ആയിട്ട് ഷോപ്പുകളുണ്ട്. കടലിന് പെറുക്കുന്നതാണ് മെയിനായിട്ടുള്ളൊരു ഇൻകം സോഴ്സാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ ഇൻകം സോഴ്സാണ് ഈ ഒരു രീതിയിലുള്ള ശംഖ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിൻ്റെ കച്ചവടം. അതുപോലെ ഈ സൈഡിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ശ്രദ്ധിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണെന്നൊക്കെ. പോയി വരുമ്പോൾ നോക്കാം. നല്ല രീതിയിൽ കടൽ കാറ്റടിക്കില്ല ആ സൈഡിൽ നിന്ന്. കാരണം ആ സൈഡാണ് കടലുള്ളത്. വിവേകാനന്ദ പാറ ആ സൈഡിലാണ്. പോയി നോക്കാം. ഇതാണ് നമ്മുടെ വിവേകാനന്ദ പാറ. ഇവിടേക്ക് നമ്മൾ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്. ഏകദേശം 7-8 മണിയുടെ ഉള്ളിലാണ് ഇവിടേക്കുള്ള ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക.
അതിനുള്ള ക്യൂ ആണ് നമ്മൾ വരുമ്പോൾ കുറച്ച് മുന്നേ കണ്ടത്. അപ്പോൾ ആ കാണുന്ന ബോട്ടിലൂടെയാണ് ആൾക്കാരൊക്കെ പോവുക. ഏകദേശം ഫ്രണ്ടിലോട്ട് കാണാം. ഒരു വലിയ ബോട്ടിംഗ് ഉണ്ട്. കാലത്തുള്ളോട്ട് പോവാം. നമ്മളങ്ങനെ പതുക്കെ ഉദയം കാണുന്ന സ്ഥലത്തോട്ട് പോവാണ്. ഇവിടെ ഏകദേശം ഉദയം വന്നിട്ട് 6 മണി 6:15 6 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് ഉദയം ഉണ്ടായിരുന്നത്. നമ്മളെന്തായാലും ആ സമയത്ത് എഴുന്നില്ല, കിടന്നുറങ്ങി. വേറൊന്നുമല്ല, വണ്ടി ഉള്ളതല്ലേ, കാരണം നമ്മൾ കിടന്നുറങ്ങി. ഏകദേശം 9-10 മണിയാകുമ്പോഴേക്കാണ് നമ്മൾ നീച്ചിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 10:30 എന്നാലും നമ്മൾ നേരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സംഗതി ഉണ്ട്, ശംഖ് ഷോപ്പ്, പലതരം വെറൈറ്റി ശംഖുകളുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ കൊണ്ട് ഓരോ അലങ്കാര കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുമുണ്ട്. അതുപോലെ ബാഗുകളായാലും പാനിപ്പൂരി, കുറേ പേര് കടലിറങ്ങി കുളിക്കുന്നുണ്ട് അവിടെ. ഒരു ഷോപ്പിങ്ങിനാണെങ്കിലും ബാക്കി എന്തിനായാലും ഒരു നല്ലൊരു സ്പേസ് ഉള്ള രീതിയിലാണ് ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷെഫീക്ക് അൺസ്റ്റോപ്പബിൾ പർച്ചേസർ. ഞാൻ പോയിട്ട് എവിടേക്കോ കറങ്ങി വന്നു. ഇപ്പം ഷെഫീക്ക് പർച്ചേസ് കഴിഞ്ഞിട്ടില്ല. പോയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇതിന് പർച്ചേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും ഒതുങ്ങിയിരിക്കുകയാണ്. ഷെഫിക്കടെ പർച്ചേസ് കഴിയുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളമായി പർച്ചേസ്. നമുക്ക് ഈ പർച്ചേസ് ഒന്നും സാധിക്കാത്തതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി. ഭക്ഷണം, ഫുഡിങ് മുഖ്യം. അവിടെ നമുക്ക് കണ്ണിക്കണ്ട സാധനങ്ങൾ, പാനിപ്പൂരി പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പോയിട്ട് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. സംഗതി രാവിലത്തെ ഭക്ഷണം ഷെഫിക്കയ്ക്ക് ഇതാന്ന് പറഞ്ഞിട്ട് ഷെഫിക്ക വേഗം പോയി കഴിച്ചു. ഞാൻ നീക്കണേൻ്റെ മുമ്പ് പോയി കഴിച്ചു. ഗ്യാസ് കയറാൻ എന്തെല്ലാം പരിപാടിക്കൊന്നുമില്ല. ഇവിടെ ഈ ഒക്കെ പരിപാടി ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് ഡ്രൈവ് ചെയ്യാം. ഇദ്ദേഹം റിമോട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് അവിടുന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. ഫുഡിങ് മുഖ്യം, ഭക്ഷണമാണ് എനിക്ക് മുഖ്യം. ബാക്കി എന്തില്ലേലും കുഴപ്പമില്ല. അയ്യോ, പർച്ചേസ് ഭയങ്കര പണിയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നൈസായിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഉണ്ടാവാതിരിക്കുന്നില്ല, എത്ര വലിയ കടല്ലേ. ചേച്ചി കടൽ കാറ്റടിച്ച് എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഞാനങ്ങനെ ഒരു ഐറ്റം പറഞ്ഞിട്ട് എന്താ ഐറ്റം എന്ന് എനിക്കറിയില്ല. കഴിച്ചു നോക്കിയിട്ട് പറയാൻ. ബാക്കിയുണ്ട് ഉള്ളിയും സവാളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. നോക്കാം. എന്തോ ഒരു ഐറ്റം സംഗതി പട്ടാണിക്കറിലൊക്കെ ഉണ്ട്. മനസ്സിലായി. ഞാൻ കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഷെഫീക്ക് അടുത്ത കടയിൽ എത്തിയിട്ടുണ്ട്. കുറേ തന്നെ പഴയ മിഠായികളൊക്കെ ഉള്ള കടയിൽ. ഇപ്പം വാങ്ങിച്ചോ? ചെറിയൊരു പൊതി എത്ര കോട്ടി? 130 റുപ്യ. വലിയ വിലയൊന്നും ഇല്ലല്ലോ. നോർമൽ റേറ്റൊക്കെ തന്നെയുള്ളൂ, അധികം വില ഒന്നുമില്ല. കഴിക്കുന്നു. എന്തെങ്കിലും മേടിക്കാണ്ടോ? ഇനി ഹൽവ, ചോക്ലേറ്റ്, മധുരമുള്ള ഐറ്റംസൊക്കെ സൈക്കിള്. 2 വേ ഓഫ് എൻട്രൻസ് ആണ് നമുക്കുള്ളത്. പിന്നെ ഇത് കൂടെ അത് ഈ പുറത്ത് കൂടെ ആ പുറത്ത് കൂടെ 2 എൻട്രൻസാണ്. അത് കൂടെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റും. വണ്ടികളൊന്നും ഇങ്ങോട്ട് കടത്താൻ പറ്റില്ല. ഇങ്ങോട്ട് നമുക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്യാം. ഇവിടെ പോകുന്നിട്ട് ശബരിമലയുടെ തിരക്ക് ഇത് കാരണം ശബരിമലയിൽ നിന്ന്, അതായത് ശബരിമല പോയിട്ട് അതിന് ശേഷം വരുന്നവർ മൊത്തം കന്യാകുമാരി തിരുവനന്തപുരം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് നേരെ ഓൾറെഡി ഒരു തമിഴ്നാടായി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അവരവരുടെ സ്ഥലത്തേക്ക് പോകാനുള്ള രീതിയിലാണ് അവർ വലിയ പർച്ചേസൊക്കെ നടത്തുന്നത് ഇവർ. ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട്. വലിയ വലിയ ടോയ്സൊക്കെ എടുത്തിട്ട് ഞാനെന്ത് ചെയ്യണം. എന്തായാലും അടിപൊളി. പതുക്കെ നടന്നു പോകാം. പക്ഷേ ആസ് പെർ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു തവണ ഇവിടേക്ക് ഉദയം കാണാനായിട്ട് വന്നത്. അന്ന് പക്ഷേ ഒരുപാട് ശംഖിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ഭയങ്കര കുറവാണ്. ഇവിടെ ഉണ്ട് ഈ ശംഖിൻ്റെ ഒരു ഷോപ്പ്, ഫുൾ ഷോപ്പ്, കുറേ വെറൈറ്റി ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ശംഖ് കൊണ്ട് ബൗളും കാര്യങ്ങളും പോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വലിയ വൈഡ് റേഞ്ച് ഓഫ് ഷോപ്പ് കേട്ടോ. നല്ല റേറ്റും ഉണ്ടാവും, വെറുതെ കിട്ടില്ല. എന്തായാലും അടിപൊളി. എന്തായാലും ഉള്ളിലൊന്ന് പോയി നോക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് കണ്ണാടികൾ ശംഖ് കൊണ്ടുള്ളത്. ഇവിടെ
ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഓരോ സാധനം റേറ്റ് ഉണ്ടോ ഞെട്ടും. 2100, 2200, 2200, 3200 ആയിരങ്ങളുടെ റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചന്ത ഉണ്ട് പക്കയാണ്. ചന്ത നല്ല രീതിയിൽ എന്തായാലും അടിപൊളിയാണ്. ഇവിടെ വെറൈറ്റി സാധനങ്ങൾ ഇതിന് വർക്ക് ചെയ്തു. അത് ശംഖിൻ്റെ പോലത്തെ എന്തോ ഐറ്റം തന്നെയാണ് കല്ലാണ്. പൂജയ്ക്ക് ഉപയോഗിക്കണം. നമുക്ക് വേണ്ട. നമ്മൾ വെക്കേഷൻ ടൈമിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഞായറാഴ്ച ഭയങ്കര തിരക്ക് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെക്കേഷനിൽ എല്ലാവരും എന്ന് വെച്ചാൽ സകല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വന്നപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു. ഇത്തവണ പൊതുവെ തിരക്ക് വളരെ കുറവാണ്. നമുക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടാലേ അത്യാവശ്യം ഒരു ഫ്രീ ആയിട്ടുള്ള ഏരിയ ആയി. കാരണം പക്ഷേ പൊതുവെ രാവിലെ ഉദയം കാണാൻ നല്ല തിരക്കുണ്ടായിട്ടുണ്ടാവും. അതിന് ശേഷം ഈ തിരക്കൊക്കെ കുറഞ്ഞുണ്ടാവുക. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ വരെ വണ്ടികൾ വരും കേട്ടോ. അവിടെ നിങ്ങളുടെ വണ്ടികൾ കടുത്ത് വിടത്തില്ല. ആ റൂം അവിടെ പതുക്കെ പോയിക്കൊണ്ടിരിക്കും. സംഗതി പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു അറ്റത്തെന്ന് പറഞ്ഞാൽ മറ്റേ അറ്റം വരെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഒന്നും പർച്ചേസ് ചെയ്യാം. കാരണം ഈ ചേട്ടാ നമ്മൾ ഇടിക്കും. ചേട്ടാ വേണ്ട ചേട്ടാ. ഓ ഇവിടെ ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട് കേട്ടോ. കന്യാകുമാരി ഗവൺമെൻറ് മ്യൂസിയം. ഓരോ ശിലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പുറത്ത് നോക്കുമ്പോഴത്തേനും ശിലകളാണ് കാണുന്നത്. സംഗതി ടിക്കറ്റ് ഇല്ല തോന്നുന്നു. നമ്മൾ നേരെ പോവാണ്. ഇനി അടുത്ത ലക്ഷ്യം റൂമിലോട്ടാണ്. റൂമിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ കോലം പോടണ ഓരോ അച്ചുകളാണ് ഈ കാണുന്നത്. ഇത് ഈ കോലട്ടോ ഈ ചേട്ടൻ്റെ സ്ഥിര സ്ഥലം പോകുന്നുണ്ട്. അവിടെ കറക്റ്റ് റെഡ് മാർക്ക് കോലട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തൂക്കി വെക്കണ സ്ഥലമാണോ ഡ്രസ്സുകൾ? അല്ല, വാരിക്കോരിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എടുത്ത് പർച്ചേസ് ചെയ്യണം മാത്രം. നമ്മുടെ പേര് എഴുതി കൊടുക്കാം. ശങ്കിൽ പെയിൻറ്റിങ് കൊണ്ട് പേര് എഴുതി കൊടുക്കുന്നതാണ്. അത് അവരുടേതായ കഴിവുകൊണ്ട് ചെയ്തു. അത് നല്ല രസമുണ്ട്. നമ്മൾ കുറച്ചും കൂടെ പോകുന്നപ്പോഴേക്കും ഇവിടെ തമിഴ്നാട് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണ്ടു. ഇവിടെ വന്നിട്ട് സംഗതി എല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. ആ ഒരു രീതിയിൽ അത്യാവശ്യം സംഗതികളെല്ലാം ഉണ്ട്. സാൻഡലിൻ്റെയും ചന്ദനത്തിരികളൊക്കെ ആയിട്ട് അതുണ്ട്. ഒരുപാട് കത്തിച്ച് വെക്കാനൊക്കെ ഇത് അടിപൊളി. രണ്ട് മസാജിൻ്റെ ഐറ്റംസ്, ബൊമ്മ ഐറ്റംസ് ഒക്കെ അവിടെ. തഞ്ചാവൂർ ബൊമ്മ ആ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ശംഖിൻ്റെ കീച്ച് ഓൾറെഡി വർക്ക് ചെയ്താണ്. ഇവിടെ ഡ്രസ് ഐറ്റംസ് അങ്ങനെ കേട്ട് വണ്ടിക്കൊരു ബേക്കറി ചന്ദനത്തിരി വാങ്ങിച്ചു വെച്ചാലോ? നിൽക്ക്, ചന്ദനത്തിരി വേണോ വണ്ടിക്ക്? അത് മേടിക്കാം. മാറി സംഗതി വണ്ടിയിൽ ചന്ദനത്തിരി നിർബന്ധം. കുറേ കാലം കാപ്പി എടുക്കണം. ചെറിയ പാക്കറ്റ്, വലിയ പാക്കറ്റ് വേണ്ട. 60 രൂപയാണ് പാക്കറ്റിന് വരുന്നത്. അതുണ്ടാവുന്ന പ്രതീക്ഷിക്കും. ഞങ്ങളങ്ങനെ റൂമിൽ പോയി ബാഗൊക്കെ എടുത്തു. എൻ്റെ ബാഗ്, മൂപ്പരുടെ ബാഗ്. ഞങ്ങൾ എന്തായാലും പോകും. നേരെ വണ്ടി എടുത്ത് പോവാം. ഏകദേശം 1 മണി ആവാൻ ചോറ് കഴിക്കാം. 2 മീൽസ് ഉച്ചയ്ക്ക് മീൽസാണ് നല്ലത്. അല്ലാണ്ടപ്പോൾ എന്താ ഇവിടെ കഴിക്കാൻ പറ്റിയത്? ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ട്രെയിനിലാണ് കയറിയാണ്. പക്ഷേ ഇത് ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുക, അവരെടുക്കാൻ എന്തായാലും എല്ലാവരും ഇറങ്ങി നമുക്ക് വണ്ടി എടുത്ത് ആദ്യമൊക്കെ ഇറങ്ങണം. അല്ലെങ്കിൽ രാത്രി പോയ വഴി കൂടെ പോകാം. ഒരു വളഞ്ഞു പിടിച്ച വഴിയാണ്. സിംഗിൾ റോഡാണ്. ബസ് മാത്രമേ പാസ്സാവും.
ശ്രദ്ധിച്ചിട്ട് ബാക്കി നോക്കിയിട്ട് ചെയ്യാം. ഇവിടുത്തെ മീൽസിൽ ചോറുണ്ട്, രസമുണ്ട്, ഉള്ളിക്കരന്തമാണ്, സാമ്പാർ, രസം, പായസമാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു ഉപ്പേരിയുണ്ട്. ഇനി സംഗതിയെല്ലാം പുറത്തേക്ക് നിരത്തി വെക്കട്ടെ. അപ്പളം, ചോറ് വെച്ചിട്ട് കാണാം. നമ്മളങ്ങനെ വണ്ടി എടുത്തു. നമുക്ക് നേരെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ തിരുവട്ടാറാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. അപ്പോഴേക്കും ബാക്ക് ക്യാബിൻ അടച്ചു. AC കാണുമ്പോൾ AC ഓണാക്കി. AC ഇത് വന്നിട്ട് മണിക്കൂർ ചാർജ് ചെയ്യാം. മണിക്കൂർ കണക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഉച്ചയിൽ ഏകദേശം 2 മണിയായി. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഭക്ഷണമൊന്നുമില്ല, ഇവിടെയൊക്കെ ഫുള്ളല്ലേ ബിഹാറിലും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നേരെ തിരുവട്ടാറ്. അതിൻ്റെ മുമ്പ് ഒരു വാട്ടർഫോൾ ഉണ്ട് പറഞ്ഞു. വാട്ടർഫോളിലേക്ക് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ തിരുവട്ടാർക്ക് തിരിഞ്ഞ വഴിക്ക് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാട്ടർഫോളിൽ നിർത്തണം പറഞ്ഞു. ഒരു മണിക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ്. 2 മണി കഴിഞ്ഞ് സമയം ഓൺ ഗോയിങ്. ഓക്കെ, നമ്മളന്ന് കന്യാകുമാരി ചാറിനേൻ്റെ മുന്നേ തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 95-28 ഡീസൽ ഫുൾ ടാങ്ക്. നമ്മൾ ഫുൾ ടാങ്ക് എന്തായാലും അടിക്കുകയാണ്. ഏകദേശം ഒരു 10 രൂപയുടെ എണ്ണയോളം കയറും. 8 രൂപ 50 രൂപയുടെ എണ്ണ എന്തായാലും കയറും. 8-9 ഫുൾ ടാങ്ക് ആക്കിയിട്ട് നോക്കാം. അങ്ങനെ ഏകദേശം 9,869 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ട് അല്ലെങ്കിൽ എന്തായാലും ആ ഒരു കറക്റ്റ് കണക്കുണ്ടായിരുന്നു. നമുക്ക് അറിയാം ഒരു ഏകദേശം കാട്ടാങ്കാകുമ്പോൾ ഇത്ര എണ്ണ കയറുന്നത് കറക്റ്റായിട്ട് എണ്ണ കയറ്റിയിട്ട് നമ്മൾ കന്യാകുമാരിനെ പുറത്ത് കാണുന്നു. ഓൺ ഗോയിങ് ഫുൾ ടാങ്ക്. നമ്മളങ്ങനെ തിരുപ്പറപ്പ് വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആൾക്കാരെ ഇറക്കി നമ്മൾ. എന്നിട്ട് ഈ റോഡ് പോയിട്ട് അവിടെ ഫ്രണ്ടിൽ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യണം. ഇവിടെ എന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കാരണം ചെറുവണ്ടികളുടെ തിരക്ക് അധികമാണ്. ഇവിടെ ഈ കാണുന്ന ചെറുവണ്ടികളല്ല, അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഫുള്ള് ഫീൽഡാണ്. അങ്ങനത്തെ രീതിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോണായിരിക്കും. അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് കാർ പാർക്കിങ്ങോ ഇവിടെ ഓക്കെയാണ്. അവിടെ ഓക്കെ. നമ്മളങ്ങനെ വണ്ടി നൈസായിട്ട് ഈ ഒരു ആംഗിൾ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സൈഡാക്കാൻ പറ്റും, അല്ലാണ്ട് വേറെ വകുപ്പൊന്നുമില്ല. മാക്സിമം ആ സൈഡ് ചാർത്തിയിട്ട് ബാക്ക് ഏകദേശം മുക്കാൽ ഒരു ഫ്രണ്ട് തല അത്ര ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. തിരുപ്പറപ്പ് വാട്ടർഫോൾസാണ്. വാട്ടർഫോൾസ് നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ നമുക്ക് കണ്ടില്ലേ ഒരു രീതിയിൽ വെള്ളച്ചാട്ടവും കാര്യങ്ങളും, വെള്ളം കുളിക്കാനുള്ളവർക്ക് അവിടെ പോയി കുളിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാൻ പോകാം. ചായ മുഖ്യം എന്ന് പറയുന്ന മാതിരി. ഞാൻ ചായയുടെ ആളല്ല, ഞാൻ കോഫിയുടെ ആളാണ്. പിന്നെ കോമൺ ആയിട്ട് പറയുമ്പോൾ ചായ കുടിക്കാൻ പോകുന്നത് മാത്രമേ ഇതാവൂ. എന്തായാലും പേടിക്കണ്ട, ഒറ്റ ടയറിൽ അല്ല, ഏകദേശം പകുതി ഒറ്റ ടയറാണ്. ഉണ്ടോ, ഏകദേശം 3/4 ടയർ ആ രീതിയിൽ. നമ്മളിപ്പോഴും ഒറ്റ ടയറിൽ വണ്ടി നിർത്താറില്ല. അത് വണ്ട ടയറിന് നാശമാണ്. ടയർ ചിലപ്പോൾ ചൂടായുള്ള ടയർ ഒരിക്കലും ഒറ്റ ടയറിൽ നിർത്തരുത്, ടയർ പൊട്ടും. അതാണ്. എന്തായാലും ഇവിടെ ഓരോ വണ്ടികളുണ്ട്, അവിടെ എണ്ണം വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ നിർത്താൻ സാധിക്കും, ആ രീതിയിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് ഏരിയ അല്ല, ഏറ്റവും വലിയ ഡ്രോബാക്കാണ് പാർക്കിംഗ് ഏരിയ ഇല്ലാത്തത്. ചേട്ടൻ കേരള വണ്ടി പിന്നെ 4 വീട് ഉണ്ട്. ചേട്ടാ അങ്ങോട്ട് പോയി 4 വീലാകുമ്പോൾ കിടന്ന് കറങ്ങാനാണ് വണ്ടി. പോന്നോട്ടെ. ചാരിക്ക ചാരി. എത്ര ചായ, ഞാൻ കോഫി. എൻ്റെ കോഫി കുടിക്കാൻ കഴിഞ്ഞു, ഞാൻ ഫാസ്റ്റാണ്. അങ്ങനെ മെഷീൻ കോഫിയാണ് എങ്കിലും അടിപൊളിയാണ്. ഇവിടെയുള്ള അത്യാവശ്യം അടിപൊളി ഒരു ഹോട്ടലാണ്, റെസിഡൻസിയാണ്. ഡെലോണ റെസിഡൻസി. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളത് കോമൺ വെച്ചാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഈ ഒരു സംഗതി മാത്രമാണ്. ഇനി നമുക്ക് ഈ റൂട്ട് ബസ് പോകുന്ന പറഞ്ഞ്, അപ്പോൾ ബസ് തിരിക്കുന്ന ആവശ്യമില്ല, നേരെ പോവുക.
തിരുവട്ടാർ പോവാം. എന്നിട്ട് നോക്കാം. ഗൈസ് മൊത്തം മലയാളത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം ചെങ്കതളിയാണ്. ഈ കൃഷി മൊത്തം ചെങ്കതളിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ചായ കുടിക്കൽ കഴിഞ്ഞ് വന്നു. നൈസായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ. അവിടെ അങ്ങനെ ഒരു രീതിയിൽ കാണുന്നുണ്ട് വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ 2 സൈഡിലായിട്ടാണ് ഒഴുകുന്നത്. ഈ പുറത്തുകൊണ്ട് ആ പുറത്തുകൊണ്ട്. ആ പുറത്തും ആൾക്കാർ കുളിക്കുന്നുണ്ട്, ഈ പുറത്തും ആൾക്കാർ കുളിക്കുന്നുണ്ട്. ആ രീതിയിൽ സ്വാമി അയ്യപ്പന്മാരൊക്കെയാണ് കൂടുതലും ഇവിടെ. അവർ ബസ് വന്നിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ബസ് ബാക്കി സ്ഥലത്തല്ലേ. ഒരു അടിപൊളിയാണ്, രക്ഷയില്ല. ഇവിടെ ഓക്കെയാണ്. സംഗതി ഇവിടെ വന്നിട്ട് ഫുള്ളൊരു കേരള ടച്ചിൻ്റെ പോലെ മലയാളം പാട്ടുകളാണ് കൂടുതൽ അമ്പലങ്ങളിലൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഒരു നമ്മുടെ കോട്ടയം ആ ഏരിയയിൽ കൂടെ ഒക്കെ പോയ പോലെ ഒരു ഫുൾ റബ്ബർ, വാഴ, ഇതുപോലത്തെ കൃഷി ഐറ്റംസ് ഒക്കെ. ഫസ്റ്റ് കോട്ടയം വീട് ഏകദേശമൊക്കെ കേരളത്തിൻ്റെ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എന്തായാലും അടിപൊളി. ആ തിരിവ് കഴിഞ്ഞിട്ട് കയറ്റിവിട്ടാൽ എന്ത് എത്ര കഷ്ടപ്പെടുന്നു. വീതിയില്ലാത്ത റോഡിൽ കൂടെ ഒരു വണ്ടി വലിയ വണ്ടി കയറി പോകുമ്പോൾ പിന്നിൽ ഹോണടിച്ച് ബുദ്ധിമുട്ടിക്കും. ഫുള്ളടി പട. അങ്ങനെ തിരുവട്ടാർ എത്തി നമ്മൾ. തിരുവട്ടാർ ഇവിടെ വന്നിട്ട് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും വലിയ പ്രതിഷ്ഠ എന്നാണ് പറയപ്പെടുന്നത്. ജസ്റ്റ് ഇവിടുന്ന് ഒരു എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് വണ്ടി ഇവിടെ ബസ് വലിയ ബസ് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ചെറുവണ്ടികൾ പോകാനുള്ള റോഡുണ്ട് അവിടെ. നമുക്ക് വലിയ ബസ് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഇത് പാസ്സായി പോയിട്ട് തിരിച്ചു വരിക ചെയ്ത് അവിടെ പോയിട്ട് വണ്ടി തിരിച്ച് ഇവിടെ കൊടുത്തിട്ടു നമുക്ക് നേരെ നാട്ടിലോട്ട് പോകാനുള്ള പരിപാടി. എനിവേ ഇപ്പോൾ സമയം ഏകദേശം നോക്കുകയാണെങ്കിൽ 6 മണിയായി. അപ്പോഴേക്കും ഷെഫിക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു ഏകദേശം പ്രോപ്പർ കേരള എന്നുള്ള രീതിയിലാണ്. മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ ചെളികളൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പാര എന്ന് പറയുന്നത്. നമുക്ക് അവർ വരുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഷെഫിക്ക് അവിടെ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നേരെ ട്രിവാൻഡ്രം പോകുമല്ലോ കൊണ്ടോ. ട്രിവാൻഡ്രം നേരെ നാട്ടിൽ പോകുന്നുണ്ട്. ഗൈസ് നമ്മുടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30ഓളം ആൾക്കാർ കയറി. കുറച്ച് ആൾക്കാരോട് കയറുള്ളൂ. ഫാൻ എന്തായാലും ഓൺ ചെയ്ത് കൊടുക്കുക, കാരണം ഫുൾക്കാണ് ഇവിടെ. അത് കാരണമാണ് ഫാൻ ഓൺ ചെയ്ത് വിടുന്നത്. എന്തായാലും 3-4 പേര് ഒരു 6-7 പേര് വന്നാൽ നമുക്ക് പോവാം. ഇത്രയും കൂടി ഉള്ളൂ. അത് നടന്നു വരുന്നുണ്ട് അവിടെ. എൻ്റെ അവിടെ ഞാൻ ഇവിടുന്ന് എന്തായാലും ഇറങ്ങും. അപ്പോഴേക്ക് എയർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 6-ലായിരുന്നു എയർ. പതുക്കെ ഇങ്ങനെ കംപ്രസർ വർക്കിയിട്ട് 8-9 വരെ ലോഡ് ചെയ്യും. എയർ റിലീസാവും. കേരളത്തെ പറ്റാത്തല്ലേ ഉള്ളൂ ഗൈസ്. വിരാട് കോഹ്ലിയുടെ ഫോട്ടോ, പുഞ്ചിരിയുടെ വണ്ടി, ആ വണ്ടി മുമ്പിൽ കാർ കിടന്ന് കളിക്കുന്നുണ്ട്. അതാണ് ഇത്രയും ഇതായിട്ട് കിടക്കുന്നത്. കേരളക്കാർക്കേ പറ്റാത്തുള്ളൂ. നല്ല വൃത്തിയുള്ള പെയിന്റ്. ഒരു ചെങ്കാറിന് ഇട്ടോ സാധനം. എൻ്റെ യാത്ര സുഖം വേറെ. ശരി പോട്ടെ. ഫുഡ് കഴിച്ചു. നമ്മൾ അന്നഭവന് ഫുഡ് കഴിച്ചു. വണ്ടി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ നോക്കിയത് ഏകദേശം കയറി 9 ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നമ്മൾ വണ്ടി എടുത്തു. ഭക്ഷണം എത്രയും പെട്ടെന്ന് നമ്മൾ കഴിക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരെ നാട്ടിലോട്ടാണ്. വേറെ എവിടെയില്ല. ഇത് ശബരിമലയ്ക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തു. ഇനി ഏകദേശം ഒരു 4 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ എത്ര ടൈമിൽ എത്തുന്നു. അപ്പോൾ വേറെ അധികം പരിപാടികളൊന്നുമില്ല. ഈ പോണ വഴിക്ക് നമുക്ക് ജസ്റ്റ് ഒരു വാഷ്റൂം യൂസ് ചെയ്യാൻ പമ്പിൽ നിർത്താൻ അങ്ങനെ പരിപാടികൾ തന്നെ ഉണ്ടാവും. നാട്ടിലെത്തിയിട്ട് നമുക്ക് ഔട്ട്ഡോർ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മളീ കാണുന്ന ലുലുവിൻ്റെ പാർക്കിങ്ങാണ്. അവിടെ മൊത്തം കാറുകളാണ്. ബസ് പാർക്കിങ്ങിലൊന്നും സ്ഥലമല്ല.
ഇത് മൊത്തം ലുലുക്ക് വന്ന തിരക്കാണ്. ഞായറാഴ്ച എൻജോയ്മെൻ്റ് ആണ്, ഇങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ആണ്. പോലീസുകാർക്ക് ഇത് തോന്നി ഇവിടേക്ക് ഇനി എങ്ങനെ നിർത്താൻ പറ്റുന്നു. ഞായറാഴ്ചകളിൽ ലുലുവിലേക്ക് ബസ് വരുന്നതല്ലാതെ പ്രത്യേകം എടുത്ത് പറയണത്. അയ്യോ, നമ്മളങ്ങനെ നമ്മൾ ഷെഡിലെത്തി. തിരുവനന്തപുരം കന്യാകുമാരി പോയ വകയിൽ നമുക്ക് കിട്ടിയ ചളിയാണ് ഇത് കാണുന്നത്. സംഗതി നല്ല രീതിയിൽ ചളിയുണ്ട്. ഈ ചളി എന്തായാലും ഇപ്പോൾ കഴുകില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വർക്ക്ഷോപ്പ് പോകണം. വർക്ക്ഷോപ്പ് പോയിട്ട് അവിടുത്തെ ഗ്രീസും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നമുക്ക് കഴുകാം. പക്ഷേ ഇന്റീരിയർ ഫുള്ള് ഞാൻ തുടച്ച് വൃത്തിയാക്കി അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. മാറ്റ് എടുത്തിടും കൂടി വേണ്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി വർക്ക്ഷോപ്പ് വ്ലോഗ് നമ്മൾ സെറ്റാക്കാൻ നോക്കാം. പമ്പ് പണിയെടുക്കാനാണ് നമ്മൾ കൊണ്ടുവന്നത്. നോക്കിയോ അവിടെ പോയിട്ട് എന്തൊക്കെ വിശേഷം. അതുപോലെ തന്നെ അക്കുത രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ട് പമ്പ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കുട്ടികളെ ഷെയർ ചെയ്യാനും മക്കളെ അഭിപ്രായം ദിവസം തൊട്ട് വരെ കമന്റ് ബോക്സ് അറിയിക്കുക. അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ സൈനിങ് ഓഫ്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്താൽ ഫോളോ ചെയ്യാതെ ജസ്റ്റ് ഉല്ലാസ് വ്ലോഗ്സ് തപ്പിയാൽ മതി. ഓക്കെ, പണിത്തിരക്കാണ്. പിന്നെ കാണാം.